ഹായ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ കല്ലേലിയിൽ എത്തിയിട്ടുണ്ട്. കല്ലേലിൽ അപ്പൂപ്പൻ കാവിലോട്ട്. അപ്പോൾ ഋതുവിനെ കൊണ്ടുവന്ന് കാണിച്ചേക്കാന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമല്ല. ആൾ ജനിച്ച് കഴിയുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ എൻ്റെ കുട്ടി ആരോഗ്യത്തോടെ ജനിക്കുവാണെങ്കിൽ ഞാൻ മോളെ കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചേക്കാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുവരെ നമ്മൾ കൊണ്ടുവന്ന് മോളെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മോള് ജനിച്ച് നമ്മൾ പലവട്ടം അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മോൾക്ക് ചോറൂണ് കഴിയാതെ നമുക്ക് ഉള്ളിലോട്ട് കയറ്റി കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചോറൂണ് കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ടങ്ങ് വരാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഈ ഒരു സമയത്ത് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. എനിക്കൊന്ന് ഈ ഒരു സമയത്ത് വരുന്നത് ആദ്യമായിട്ടല്ല, ഈയൊരു നേരം പുലർന്ന് വരുന്നതിന് മുന്നേ ആ ഒരു ഇരുട്ടായിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഈ ഒരു സമയത്തൊക്കെയാണ് വന്നത്. പക്ഷേ അന്നേരമൊക്കെ നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര ഇരുട്ടിയല്ല കിടന്നത്. അതുകൊണ്ട് ഇന്ന് വന്നപ്പോൾ ഇങ്ങനെ ഇരുട്ടിൽ ആ വിളക്കൊക്കെ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എനിക്ക് അവിടെ എന്തോ കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നല്ല തണുപ്പുണ്ടായിരുന്നേ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ തീ കായാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തോട്ട് ഞങ്ങളിങ്ങനെ പോയി നിൽക്കുകയായിരുന്നു ഋതുവിനെയും കൊണ്ട്. ഋതുവിനെ ഇങ്ങനെ തണുത്ത് വിറച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഋതുവിനെ ഞങ്ങൾ പൊതിഞ്ഞ് വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ താലത്തിന് വേണ്ടി അവിടെ ചോദിക്കാൻ പോയപ്പോഴേക്കാണ് അവിടെ നിന്ന് പറഞ്ഞത് ഇപ്പോഴേ താലം കൊടുക്കില്ല, അവിടെ ക്ലീനിങ് കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുള്ളൂ എന്ന്. അപ്പം ഞങ്ങളായിരുന്നു അവിടെ ഫസ്റ്റ് ചെന്നത് കേട്ടോ. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാനാണെങ്കിലും ഷോള്, അതായത് ധാവണിയുടെ ആ ഒരു തുമ്പ് കൊണ്ട് ഇങ്ങനെ മൂടി പൊതിച്ച് നിൽക്കുകയായിരുന്നു. കാരണം തണുത്തിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുത്തെ പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി കിടക്കുക കേട്ടോ. അതുകൊണ്ട് കരയൊക്കെ തെളിഞ്ഞിങ്ങനെ കിടക്കാണ്ട്. നേരത്തെ ഇതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ നിന്നും. എന്തായാലും കുറേ ലൈറ്റ് ആകുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ കാഴ്ചകളൊക്കെ കണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. ഇവിടുത്തെ തണുപ്പിൻ്റെ ആ ഒരു ഇത് ഇപ്പം നിൽക്കുക ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വായിലൂടെ പോകുന്നത് കണ്ടോ, ആ തണുപ്പിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കാഴ്ചകളൊക്കെ കണ്ട് നിന്ന സമയം കൊണ്ട് ഞങ്ങളെക്കാളും പിറകെ വന്ന ആൾക്കാരെയൊക്കെ താലം എടുത്ത് ഫ്രണ്ടിൽ പോയി കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെല്ലായിടവും കറങ്ങി തൊഴുത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നും ഇറങ്ങുന്ന സമയത്തിനേക്കാളും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴേ തന്നെ. പിന്നെ ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്ര മണി മുതലാണ് നമുക്ക് നട തുറക്കുന്നതിനൊക്കെ. ഇവിടെ 24 മണിക്കൂറും തുറന്ന് തന്നെ ഇട്ടേക്കാണ്. പക്ഷേ നമുക്ക് നമ്മളിവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോകുന്നിടത്ത് കോന്നി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചെക്ക് പോസ്റ്റ്, അവിടുന്ന് അത് തുറക്കണമെങ്കിൽ 6 മണി ആവണം കേട്ടോ. അതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് 6 മണി കഴിഞ്ഞാലേ അങ്ങോട്ട് തുറക്കുള്ളൂ. ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ വെട്ടിക്കൽ അമ്പലത്തിലെത്തി കേട്ടോ. അങ്ങനെ അവിടെ വന്ന് വാതിക്കഞ്ഞാലി കുഞ്ഞിനെ ഒന്ന് കാണാനൊക്കെ വന്നതാണ്. അങ്ങനെ ആദ്യം അവിടെ കയറി ശിവക്ഷേത്രത്തിൽ കയറി തൊഴുതു. അത് കഴിഞ്ഞ് വാതിക്കഞ്ഞാലി കുഞ്ഞിനെ കാണാൻ വേണ്ടി കയറി. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ വന്നതുകൊണ്ട് എനിക്കൊരു ഓർമ്മയില്ല ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. എന്തോ ഒരു വലിയ സ്റ്റെപ്പ്, അതുകൊണ്ടൊന്നും കുഞ്ഞൻ കയറി വന്നില്ല. ആൾക്ക് ഇതിൽ കൂടെ കയറാൻ പറ്റില്ല കേട്ടോ. വരാം അമ്മച്ചമ്മ വരാം. ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുന്നൊരു തോന്നില്ല ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഞാൻ നേരാത്ത നേർച്ചകൾ ചുരുക്കമായിരുന്നു കേട്ടോ. എനിക്കറിയാവുന്നിടത്തൊക്കെ, എനിക്ക് വിശ്വാസമുള്ളിടത്തൊക്കെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരായിരുന്നു കേട്ടോ ഇവിടെയും. അങ്ങനെ ഇവിടെയും മോളെ കൊണ്ടുവന്ന് കാണിച്ചു. പിന്നെ കരിവളയും തൊട്ടിലും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ഒളിച്ചൊളിക്കുകയാണ്. അയ്യോ, കുഞ്ഞിന്റെ ചെവിയിലെ പൂ പോയല്ലോ. അങ്ങനെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ അറക്കൽ ദേവീക്ഷേത്രത്തിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. കാരണം ഇത് വന്നേക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞിന് ഇതൊട്ട് ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോൾ എഴുന്നേറ്റ് നടക്കുമോ എന്ന് പോലും ഭയങ്കര സംശയമുള്ള കാര്യമായിരുന്നു. കാരണം അത്രത്തോളം കാലിന് പ്രശ്നം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് മമ്മി നേർന്നതായിരുന്നു ഇവിടെ. പൊങ്കാലയല്ല, നമ്മളിവിടെ പായസം ഇടുക എന്ന് പറയും. അപ്പോൾ പായസം ഇട്ടേക്കാന്ന് ഇങ്ങനെ നേർന്നിട്ടുണ്ടായിരുന്നു കാല് സുഖമായിട്ടൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കാര്യം അങ്ങ് നടത്തിയേക്കാമെന്ന് കരുതി അങ്ങനെ ഇവിടെ നമ്മൾ പായസത്തിന്
വന്ന് ഇടാമെന്നൊക്കെ ഇന്ന് തന്നെ അങ്ങ് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ പിന്നെ അമ്മയായിട്ടിങ്ങ് വന്നു. അപ്പോഴത്തേക്ക് മമ്മിയും വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് മമ്മി ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഇതാ അവിടെ നിന്ന് നമ്മൾ പിന്നെ തീയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ച് പിന്നെ ഇതാ കുഞ്ഞിനെയും കൊണ്ട് അരിയൊക്കെ ഇടിയിക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ 2 പേരും അവിടെ പായസം ഇട്ടിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെയൊക്കെ കെട്ടിയൊക്കെ നല്ലതായിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് മഴയൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നല്ല പുരോഗമനമുണ്ട്. അതേപോലെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് പായസം മേടിച്ച് കഴിക്കാനും പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതാ പൊങ്കാല അതായത് പായസം റെഡിയായി വരുന്നു. മമ്മി അപ്പോഴത്തേക്ക് അങ്ങ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആയി വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്തങ്ങ് വരാൻ പറഞ്ഞു. കാരണം വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മമ്മി അങ്ങ് പോയി. അങ്ങനെ പിന്നെ പായസമൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ തന്നെ കേട്ടോ നേദിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1-2 അടുത്ത് കൊണ്ടുവെക്കണം. അതായത് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കല്ലിൻ്റെ മുകളിൽ കൊണ്ട് വെക്കണം. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അവിടെ നിന്ന് വട്ടം തിരികെയായിരുന്നു, എവിടെ വെക്കണ്ടേ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇത് അവിടെ കൊണ്ടുവച്ചു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കാവിൽ കൊണ്ടുപോയി കൊടുക്കണേ. അവിടെയും ഇങ്ങനെ ഇതുകൂട്ട് ഇലയൊക്കെ ഇങ്ങനെ എടുത്ത് 2-3 ഇടത്ത് ഇങ്ങനെ വെക്കും കേട്ടോ. അവിടെ ഇരിക്കുന്ന അപ്പൂപ്പനാട്ടോ. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മ പായസമൊക്കെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് വീട്ടിലോട്ട് അമ്മയുടെ പൊന്നെന്തിയേ, അമ്മയുടെ ചുന്തിരിന്തിയേ, അമ്മയുടെ മുട്ടെന്തേ, അമ്മയുടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതു ഒരു സൈഡിൽ കൂടെ ബഹളം തുടങ്ങിയിട്ടുണ്ട്. ഇത് വന്നപ്പോഴേ കിടന്ന് ഉറങ്ങി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ മമ്മിയാണെങ്കിൽ മീനൊക്കെ മേടിച്ചിട്ട് വന്ന് അത് ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടായിരുന്നു അന്നേരം ഓടിയത്, നിങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും തിന്നാൻ തരണ്ടേന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇത് അമ്മച്ചമ്മ ചായയൊക്കെ ഇട്ടുകൊണ്ട് തന്നു. പിന്നെ ഞാൻ വന്നപ്പോഴേ കുറച്ച് പായസം എടുത്ത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശർക്കര പായസം. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മി പിന്നെ പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ടെന്ന് വെച്ചിരുന്നേ. അങ്ങനെ പിന്നെ പൊറോട്ട 1-2 എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തൊക്കെ പോയി ഇങ്ങനെ കഥയും പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഒരാൾക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല തോന്നുന്നു കേട്ടോ. നാണം വരുന്നുണ്ടായിരുന്നു, മുഖമൊക്കെ മറിച്ച് പിടിക്കായിരുന്നേ. ഋതുവാണെങ്കിൽ പിന്നെ എല്ലാവരുമായിട്ട് സെറ്റാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഋതുവിന് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ. ഇന്ന് ഋതുവിന് ഉരുളൻകിഴങ്ങായിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ച് ഉടച്ചൊന്ന് ലൂസാക്കിയായിട്ട് കൊടുക്കും. എനിക്ക് തോന്നുന്നു ഋതുവിന് ഞാൻ കൊടുത്തതിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സാധനം ഇത് തന്നെയായിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം ഇത് അവളങ്ങോട്ട് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കുന്നു. പക്ഷേ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതേ ഇല്ല കേട്ടോ. പക്ഷെ കുറച്ചൊക്കെ കഴിക്കും. എന്നാലും അങ്ങോട്ട് അത്ര കൊണ്ട് ഇഷ്ടക്കേട് കാണിച്ചായിരുന്നു അവൾ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഋതുവിന് ഞാൻ കുറച്ച് കൊടുത്തു. അത് കഴിഞ്ഞത് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മച്ചമ്മ ഇവിടെ ചീനി അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഋതുവിനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയി ഞാൻ കിടത്തി. അങ്ങനെ കുറച്ച് നേരം ഞാനും അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ ചോറിനാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചോറിന് പിന്നെ ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ചീനിയും മീൻകറിയും മീൻതോരനും പിന്നെ ചക്കക്കൂഞ്ഞ് വെച്ചിട്ടൊരു റോസ്റ്റ് പരിവാക്കി വെക്കും കേട്ടോ. ഇറച്ചിക്കറി പോലെ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മമ്മീൻ്റെ സ്പെഷ്യൽ വെറുമ്പുളി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ പോയൊക്കെ കിടന്നുമായിരുന്നു. പിന്നെ തിന്ന ക്ഷീണം തീർക്കണമല്ലോ. ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് മമ്മി ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. പിന്നെ ഇതാ മുട്ടക്കറിയും അടുപ്പത്തുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈയിടെയായിട്ട് വരുമ്പോഴെല്ലാം ഇവിടെ കിടന്ന് ഉറക്കമായിരിക്കും കേട്ടോ. കാരണം വെളുപ്പിനേ എഴുന്നേക്കുമല്ലോ. എനിക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തലേന്ന് രാത്രി ഉറക്കേ വരത്തില്ല. അതാണ് സംഭവം. താഴെ വീട്ടില്ല. നമുക്ക് എനിക്ക് കാല് കഴിയായിരുന്നല്ലോ, അല്ലെങ്കിൽ നമുക്ക് താഴോട്ടൊക്കെ പോവായിരുന്നു. ഇനി ഒരു 30 ദിവസം കൊണ്ട് കാണിക്കവേ. ഉണങ്ങി കേട്ടോ, ഉണക്കാൻ ഇടുന്ന പുളിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വായിക്കൂടെ കപ്പ്
കപ്പലോടുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്കത് നല്ല പുളിയാ, കഴിക്കാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഞാനതെടുത്ത് വയലിടും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു പുളിയൊക്കെ തിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിനി പതുക്കെ അങ്ങോട്ട് പോകാനിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 4-4:30 ആകുമ്പോൾ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. അതുകൊണ്ടായിരുന്നു മമ്മി പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ കരുതി ഇനി അവിടെ പോയി കഴിക്കേണ്ട, നമുക്ക് എന്തായാലും ഇത്രയൊക്കെ സമയം ആയല്ലോ, അതുകൊണ്ട് ഇനി ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് പതിയെ അങ്ങ് ഇറങ്ങാമെന്ന് കരുതി കേട്ടോ. പിന്നെ മമ്മി വൈകിട്ട് കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മോൾക്ക് കരിവള വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇവളുടെ കൈ കിടന്നതെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയത് വാങ്ങിച്ചിട്ട് വന്നു. ഇത് ഇച്ചിരി കനമുള്ള കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഇടുമ്പം തന്നെ 2 ഒരു കനത്തിൻ്റെ ഒരു വലിപ്പമുണ്ട്. ഇതധികം പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തുമില്ല കേട്ടോ. അവളുടെ കൈ നിറയെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഋതുവിനെ മമ്മിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് മമ്മി എന്തൊക്കെയോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ബാക്കിൽ നിന്ന് തകർത്ത് പിടിച്ച സീരിയൽ കാണാനായിട്ട് ഇവിടെ വന്നിരുന്ന സമയത്ത് എങ്ങനെ കാണാതെ ഇരുന്നു പറയുന്നത് ചെയ്തില്ല, എടുത്തൊക്കെ വെച്ച് ഒന്നിനാ ഇതും കൂടെ അമ്മച്ചമ്മ കാണുമ്പോൾ സന്തോഷം. പോവാം, ഇറങ്ങണ്ട. ടാറ്റാ ടാറ്റാ മരുന്നേ, ടാറ്റാ ടാറ്റാ അമ്മമ്മ, ടാറ്റാ അമ്മമ്മ. മാതി. അമ്മച്ചമ്മയെ കാണുമ്പോൾ ഋതുവിന് ഭയങ്കര സന്തോഷം കേട്ടോ. ഈ പറയുന്നത് എന്നെ പോലാണെന്ന് തോന്നുന്നു ഋതു. എനിക്കും അമ്മച്ചമ്മയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞത് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ ഇന്ന് രാവിലെ പോയിട്ട് ഒരു വട്ടം എൻ്റെ അടുത്ത് വന്നു. അതിനുശേഷം നീ എന്നെ തിരക്കിയോ? എൻ്റെ അടുത്തൊന്ന് വന്നോ? ഫുള്ള് കണക്കുമായിരുന്നു. പാല് കുടിക്കുമ്പോൾ വിശപ്പുള്ളത് കൊണ്ട് പാല് കുടിക്കാൻ വേണ്ടി നിന്റെ അടുത്ത് വരും. അതിന്റെ അടുത്തൊന്നും വന്നില്ല അവള്. പാല് കുടിക്കാൻ വേണ്ടി മാത്രമേ വന്നോളൂ. ഫുൾ ടൈം അമ്മച്ചമ്മമാരുടെ കയ്യിലൊക്കെ ആയിരുന്നു. നീ എന്തിനാണ് എന്നെ ചവിട്ടിയപ്പോ? എനിക്കൊരു ചവിട്ട ആവശ്യമുണ്ട്. നമുക്ക് കിടന്നുറങ്ങാം. എന്നാൽ പിന്നെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റ, സീ യു.